അസ്സലാമലൈക്കും. ഇന്നില്ലേ ജ്യൂസ് ഇല്ലേ? മഴല്ലേ? മീൻ പിടുത്താണ്. എങ്ങനെ ഇവിടെ ഇപ്പൊ എന്താണ്? കടലിൽ ഇറങ്ങിയതാണ്, വേലിയർക്കാണോ? ഡെയിലി ഇവിടെ മീൻ പിടിക്കാൻ വരലുണ്ടാ? നിങ്ങളെ വീട് ഇവിടെ? സ്വന്തമായിട്ട് വീട് എടുത്ത്. സ്ഥലം അന്ന് നമ്മൾ പറഞ്ഞ യു.പിയിലാ? അവിടെ കൊൽക്കത്തയില്. ഇവിടെ വന്ന് സ്ഥലം എടുത്ത് ഇവിടെ കട കൂടിയല്ലേ? അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സുഹൃത്താണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി നമ്മളെ കരിമ്പി ജ്യൂസ് ഒക്കെ വിൽക്കുന്നത്. അപ്പൊ കരിമ്പി ജ്യൂസ് ഇല്ലാത്ത സമയത്ത് മീൻ പിടുത്തം. മാന്തളുണ്ട്, ചെമ്മീനുണ്ട്. മഴ മാറണം അപ്പോൾ ജ്യൂസ് ഒക്കെ ഇറങ്ങും. അപ്പൊ ഈ അടുത്ത ആഴ്ച ഇറങ്ങും. മഴയുള്ള സമയത്ത് മീൻ പിടിക്കാനും ഇറങ്ങും അല്ലേ? അപ്പൊ റെസ്റ്റ് ഇല്ല. നാട്ടിൽ പോക്കണ്ടാ? ഫാമിലി ഒക്കെ ഇവിടെ തന്നെ അല്ലേ? കുട്ടികളൊക്കെ ഇവിടെ തന്നെ പഠിക്കണേ? ജോലി ചെയ്യാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടും ബെസ്റ്റ് തന്നെയാണ്. അന്യ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് തെളിയിക്കുന്നത്. നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള വല എടുക്കാനും വേണ്ടി രണ്ടുപേരും കൂടി കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത് വേലിയിറക്കത്തിൻ്റെ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ ചെറുതായിട്ട് കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമുമാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകവും അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ മീൻപിടുത്തം ഈ ജോലി ചെയ്യുന്നവർക്ക് ഇത് വലിയ പുതുമ ഉണ്ടാവില്ല, പക്ഷേ പുതിയ കാഴ്ചക്കാർക്ക് ഇത് നല്ല റിസ്ക് ആയിട്ടുള്ളൊരു സംഭവം തന്നെ ആയിരിക്കും. ഇപ്പോൾ ആ കയ്യിൽ കണ്ടില്ല, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ വല അതിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല ചെറുതായിട്ട് ആഴമുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. അതോ തിരക്കനുസരിച്ച് അവരിങ്ങനെ ആ ഓളത്തിനനുസരിച്ച് അവരിങ്ങനെ തെന്നി മാറുന്നുണ്ട്. എന്നിട്ട് ആ വല കിട്ടിയിട്ടുണ്ട്. അത് അവരെ കയ്യിൽ നിന്ന് അത് പോയി, ആ പാത്രം പോയി. എന്നിട്ട് ആ പാത്രം കിട്ടി ആ പാത്രം എടുത്ത്. അപ്പോൾ ആ പാത്രത്തിലേക്കാണ് ഇനി അവർ വല കയറ്റാനും ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. വലയും കൊണ്ട് ഇവർ കരക്ക് എത്തുന്ന സമയത്ത് എത്രത്തോളം മീൻ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറുതായിട്ടാ മാന്തളല്ലേ?